സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവയ്ക്കൊപ്പം ജലജന്യ രോഗങ്ങളും വർദ്ധിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ്. എലിപ്പനി പ്രതിരോധത്തിനായുള്ള മൈക്രോ പ്ലാനുകൾ അടിയന്തരമായി നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മറ്റു മുന്നൊരുക്കങ്ങളും സ്വീകരിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഈ ജലജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള മൈക്രോ പ്ലാനുകൾ അടിയന്തരമായി നടത്തണം. അപ്പോൾ ഇനിയും പ്ലാനൊന്നും ആയിട്ടില്ല. കാലവർഷത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു, അടുത്തത് തുടങ്ങി. ഇനിയും മൈക്രോ പ്ലാനൊന്നും ആയിട്ടില്ല. അതെ, തീർച്ചയായിട്ടും കൃഷ്ണരാജ. സംസ്ഥാനത്ത് കൊറോണ പടർന്നു പിടിക്കുന്നതിനൊപ്പം തന്നെ ജലജന്യ രോഗങ്ങളും മറ്റ് മഴക്കാല പൂർവ്വ രോഗങ്ങളും ഒക്കെ പടർന്നു പിടിക്കുന്നതായിട്ടാണ് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമുള്ളൊരു അറിയിപ്പുണ്ടായിട്ടുള്ളത്. 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഒരു RRT മീറ്റിംഗ് ചേർന്നത്. ഈ മീറ്റിങ്ങിലാണ് ഇത്തരത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് തന്നെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മൈക്രോ പ്ലാനുകൾ നടപ്പിലാക്കാനുള്ള ഒരു ഘട്ടങ്ങളിലേക്ക് കടക്കണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും സംസ്ഥാനത്ത് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും വ്യാപകമായിട്ട് തന്നെ പടർന്നു പിടിച്ചിട്ടുണ്ട്. മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജലജന്യ രോഗങ്ങളായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസും, മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ രോഗങ്ങളും ഒക്കെ പടർന്നു പിടിക്കുന്നുണ്ട്. മലിനജലത്തിൽ നിന്നുമാണ് ഇത്തരം രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മഴ ശക്തമായതോടെ ഈ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ശുചീകരണ തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മലിനജലത്തിൽ ഇറങ്ങി ജോലി ചെയ്യേണ്ടി വരുന്നവർ, ഇതൊക്കെ മുന്നൊരുക്കങ്ങൾ പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലിനജലത്തിൽ ഇറങ്ങേണ്ടി വരുന്നവർ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരുന്നവർ ഉറപ്പായിട്ടും സംസ്ഥാന സർക്കാർ നിഷ്കർഷിക്കുന്ന ഈ എലിപ്പനി പ്രതിരോധ ഗുളികകൾ അല്ലെങ്കിൽ ഡെങ്കിപ്പനി പ്രതിരോധ ഗുളികകൾ കഴിക്കേണ്ടതാണെന്നുള്ളൊരു നിർദ്ദേശവും നൽകുന്നുണ്ട്. ഇതുവരെ പ്ലാനുകളൊന്നും തയ്യാറായിട്ടില്ല. മൈക്രോ പ്ലാനുകളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള ആരോഗ്യ വിഭാഗത്തിൽ, അതായത് സംസ്ഥാനത്തിലൊട്ടുനീളമുള്ള പല പല ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് ഈ ആരോഗ്യ മേഖലയിലെ ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. അപ്പോൾ അത്തരം ഗ്രൂപ്പുകളിലൊക്കെ ഉൾപ്പെടുന്നവർ അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് നിഷ്കർഷിച്ചിട്ടുള്ള മൈക്രോ പ്ലാനുകൾ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്നാണ് നൽകിയിട്ടുള്ളത്. ഇനി എപ്പോഴാണ് ഇത്തരത്തിൽ പ്ലാനുകളൊക്കെ നടപ്പിലാക്കുന്നതെന്ന് അറിയില്ല. കാരണം കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ മഴയുടെ 2ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ മഴ, വേനൽ മഴ, അതിനുശേഷം വന്ന മൺസൂണിൻ്റെ ആദ്യഘട്ടം, അവിടെയൊക്കെ ആ ഘട്ടത്തിലേക്ക് വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികളും അതോടൊപ്പം തന്നെ മഴക്കാല രോഗങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പകർച്ചവ്യാധികൾ കൂടുതൽ പടർന്നു പിടിക്കുന്നൊരു ഘട്ടമാണ് കഴിഞ്ഞ 3 മാസം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ പാളിച്ചു അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അവിടെയൊക്കെ പാളിപ്പോയെടുത്താണ് വീണ്ടും പ്ലാനുകൾ നടപ്പിലാക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വ്യാപകമായിട്ട് തന്നെ പടർന്നു പിടിക്കുന്നുണ്ട്. ആശുപത്രികളിലൊക്കെ മുന്നൊരുക്കങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മുന്നൊരുക്കങ്ങൾ മാത്രമാണ് നിലവിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത്. മറ്റു രീതിയിലുള്ള പരിഹാര മാർഗങ്ങളൊന്നും വകുപ്പോ അല്ലെങ്കിൽ സർക്കാരോ നടത്തുന്നുണ്ടോ? സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു, അപ്പോഴും പ്ലാനിംഗ് ഒന്നും ആയിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് തന്നെ തുറന്നു സമ്മതിക്കുന്നു. അതിനർത്ഥമാണ് മൈക്രോ പ്ലാനുകൾ ഉടൻ വേണം എന്ന് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ എലിപ്പനിയും ഡെങ്കിപ്പനിയും ഒക്കെ വ്യാപകമാണ്. ഒപ്പം ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യവും കൂടുതലെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോൾ തന്നെ മൈക്രോ പ്ലാനുകൾ അടിയന്തരമായി നടത്തണം എന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.